ഹലോ ഗൈസ്, അപ്പോൾ നമുക്ക് ഇന്നത്തെ ലൈവ് അപ്ഡേറ്റ്സിലേക്കൊന്ന് പോവാം. അപ്പോൾ ഇന്ന് വീക്കിലി ടാസ്ക് തുടങ്ങി. വീക്കിലി ടാസ്ക് എന്ന് പറഞ്ഞാൽ 3 ദിവസത്തെ ടാസ്ക്കാണ്. പറക്കും തളിക. 2 തരത്തിലുള്ള ബോളാണ്, ചുവന്ന ബോളും യെല്ലോ ബോളും മഞ്ഞ ബോളും. മഞ്ഞ ബോളിന് 1 പോയിൻറ്റ്, ചുവന്ന ബോളിന് 3 പോയിൻറ്റ്, അതുപോലെ തന്നെ ബ്ലാക്ക് ബോളുണ്ട്. അപ്പോൾ ആദ്യത്തെ റൗണ്ട് എന്ന് പറയുന്നത് ഫസ്റ്റ് 3 റൗണ്ടായി 3 ടാസ്ക്കായിട്ടാണ്. 1, 2, 3. ഫസ്റ്റ് ടാസ്കിൽ 1 റൗണ്ടേ ഉള്ളൂ, സെക്കൻഡ് ടാസ്കിൽ 3 റൗണ്ട് ഉണ്ട്, തേർഡ് ടാസ്കിൽ 2 റൗണ്ട്. അങ്ങനെയായിരുന്നു ഈ ഒരു ടാസ്കിൻ്റെ കണക്ക്. അപ്പം അതുപോലെ തന്നെ ഫസ്റ്റ് റൗണ്ടിൽ ഈ യെല്ലോയും റെഡും ബോൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് കിട്ടിയത് ആരിനാണ്. 36 പോയിൻറ്റോടുകൂടി ആരിനാണ് ഫസ്റ്റ് കിട്ടിയത്. അതിന് സെക്കൻഡ് കിട്ടിയത് അക്ബറിനാണ്, തേർഡ് അനീഷ്. അങ്ങനെയായിരുന്നു. അനീഷിന് 29, അക്ബറിന് 32 പോയിൻ്റ് ആയിരുന്നു. അത് കഴിഞ്ഞ് സെക്കൻഡ് റൗണ്ട് വന്നു. സെക്കൻഡ് റൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു കറുത്ത ബോൾ, ബ്ലാക്ക് ബോൾ ഉണ്ടായിരുന്നു. ആ ബ്ലാക്ക് ബോൾ ആരുടെ കയ്യിൽ കിട്ടുന്നോ അവർക്കൊരു പവർ ഉണ്ടായിരുന്നു. ഈ ഒരു റദ്ദാക്കാൻ, ഈ ഒരു ടാസ്ക് മീൻസ് ഈ റൗണ്ട്, സെക്കൻഡ് റൗണ്ടിൽ ആ ഒരു കളിക്കുന്ന ആ ഒരു 3 റൗണ്ടാണ് ആകപ്പാടുള്ളത്. അപ്പോൾ ആ പറയുന്ന അവർ എപ്പോഴാണ് കിട്ടുന്നത് ആ റൗണ്ട് റദ്ദാക്കാം. അങ്ങനെ 3 പ്രാവശ്യം റദ്ദാക്കാം. ഒരു ടാസ്കിൽ യഥാർത്ഥം റദ്ദാക്കിയത് കൊണ്ടാണ് വീണ്ടും കളിക്കേണ്ടി വന്നത് കേട്ടോ. അപ്പോൾ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. അപ്പം അങ്ങനെ ആദ്യം തന്നെ ബോൾ നന്നായിട്ട് അനീഷൊക്കെ വളരെ അടിപൊളിയായിട്ട് കളിച്ചു കേട്ടോ. ആര്യനും അനീഷും അക്ബറും തന്നെയാണ് ഏറ്റവും ഇതായിട്ട് കളിച്ചത്. പക്ഷേ അനീഷ് മുമ്പിലേക്ക് എത്തുമെന്ന് കണ്ടപ്പോൾ ബോൾ കിട്ടിയത് അക്ബറിനാണ്. അത് ആര്യൻ 1ാം സ്ഥാനം, അനീഷ് 2ലും വരും എന്ന് മനസ്സിലായപ്പോൾ അക്ബർ ആ ഒരു ഇത് റദ്ദാക്കി, ആ ഒരു റൗണ്ട് റദ്ദാക്കി. പിന്നെ അതിനുശേഷം 2ാം റൗണ്ട് എടുത്തു. ഒരു റൗണ്ട് റദ്ദാക്കിയാൽ 2ാമത്തെ റൗണ്ട് കളിക്കാം. അങ്ങനെ 3 പ്രാവശ്യം റദ്ദാക്കി കഴിഞ്ഞാൽ പിന്നെ ആ റൗണ്ട് ക്യാൻസലായിപ്പോവും. അങ്ങനെയാണ്, ഫുള്ള് റദ്ദായിപ്പോവും. അപ്പോൾ 2ാമത്തെ റൗണ്ട് വന്നപ്പോഴത്തേക്ക് അതും അനീഷ് തന്നെയാണ് നന്നായിട്ട് കളിച്ചത്. ഷാനവാസിൻ്റെ കയ്യിലായിരുന്നു ബോൾ കിട്ടിയത്. അനീഷ് അതിലും സെക്കൻഡ് വരുമായിരുന്നു. അപ്പോൾ ഷാനവാസ് അത് റദ്ദാക്കി. അപ്പോൾ അനീഷിനെ ഏത് തരത്തിലും അനീഷിനെ കിട്ടാതിരിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ടോപ്പിലുണ്ടായിരുന്നവർ. അപ്പം ബിഗ് ബോസ് പറയുകയും ചെയ്തു ബുദ്ധിപരമായിട്ട് കളിക്കണമെന്ന്. കാരണം ഇത് ടിക്കറ്റ് ഫിനാലയിലേക്കുള്ള ഒരു ചുവടുവയ്പ്പാണ് എന്നുള്ളത് പറഞ്ഞു. പിന്നെ 7ൻ്റെ പണിയാണ്. എന്തൊക്കെയാണ് 7ൻ്റെ പണി എന്ന് വെച്ചിരിക്കുന്നതെന്ന് അറിയാൻ പറ്റില്ല. എന്തായാലും അനീഷ് നല്ല അടിപൊളിയായിട്ട് അനീഷിടം കളിച്ചു കേട്ടോ. ടാസ്കിലൊക്കെ പുള്ളി ഭയങ്കര എല്ലാത്തിലും പുള്ളി പുള്ളി ഏതിലാണ് ബാക്കിലോട്ട്, എന്ത് കാര്യത്തിനും പുള്ളിയാണ് ജെനുവിൻ. പക്ഷേ ഹൗസ് മേറ്റ്സ് എല്ലാവരും കൂടി അദ്ദേഹത്തിൻ്റെ തൊഴിലോട്ട് കയറാൻ പറ്റും. അയാൾ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു അഭിപ്രായമോ അയാൾക്ക് തോന്നുന്ന ഒരു തോന്നൽ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും കൂടി അയാൾ എന്തോ വലിയ അപരാധം ചെയ്ത കണക്കാണ് എല്ലാവരും കൂടി അയാളെ കൊല്ലാൻ ചെല്ലുന്നത്. വളഞ്ഞിട്ട് ആക്രമിക്കുക എന്നൊക്കെ പറയുന്നത് അതാണ്. ഇവർ പറയുന്നത് വളഞ്ഞിട്ട് ആക്രമിക്കുന്ന, ഒറ്റപ്പെടുത്തുന്ന അറിയിക്കാൻ വേണ്ടിയാണ്. പക്ഷേ ഇവർ അത് തന്നെയാണ് ചെയ്യുന്നതെന്ന് ഇവർ മനസ്സിലാക്കാതെയാണ് അവർ അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ തേർഡ് റൗണ്ട് വന്നു. മൂന്നാമത്തെ റൗണ്ട് വന്നപ്പോൾ അത് കിട്ടിയത് ആര്യനാണ്. അപ്പോൾ ഇത് തന്നെയാണ് സംഭവിച്ചത്. അനീഷിന് കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ ആര്യനത് റദ്ദാക്കി. അപ്പോൾ അങ്ങനെ ആ ഒരു സെക്കൻഡ് ടാസ്കിൻ്റെ, 2ാമത്തെ ടാസ്കിൻ്റെ 3 റൗണ്ട് റദ്ദായിപ്പോയി. 3 റൗണ്ട് റദ്ദാക്കിയത് കൊണ്ടാണ് 3 റൗണ്ട് വന്നത്. പിന്നെ തേർഡ് റൗണ്ട് വന്നപ്പോഴത്തേക്ക് ഫസ്റ്റ് കളിച്ചു. പിന്നെ അങ്ങനെ ഒരു ബ്ലാക്ക് ബോൾ ഇല്ലായിരുന്നു ഫസ്റ്റ് റൗണ്ടിൽ. അതുകൊണ്ട് തന്നെ എല്ലാവരും കളിച്ചു. അതിനകത്ത് 16 പോയിൻറ്റ് അതിലേക്ക് കിട്ടി. അനീഷിന് 16 പോയിൻറ്റ്, അതുപോലെ തന്നെ ആര്യന് 14 പോയിൻറ്റ്, നൂറയ്ക്ക് 9 പോയിൻറ്റ്, ലക്ഷ്മിക്ക് 6 പോയിൻറ്റ്. അതിൽ ഏറ്റവും കൂടുതൽ വന്നത് ആര്യനാണ്. 50 പോയിൻറ്റോടുകൂടി ആര്യനാണ് 1ാം സ്ഥാനത്ത് വന്നത്. 2ാം സ്ഥാനത്ത് അനീഷാണ് 45 പോയിൻറ്റ്. 3ാം സ്ഥാനത്ത് 44 പോയിൻറ്റോട് അക്ബറാണ്. 4ാം സ്ഥാനത്ത് എത്രയാ നമ്മുടെ 31 പോയിൻറ്റോട് സാബുമേനാണ് വന്നത്. അപ്പോൾ ഇതായിരുന്നു. പിന്നെ ലാസ്റ്റ് റൗണ്ട് ഉണ്ടായിരുന്നു. ലാസ്റ്റ് റൗണ്ടിനകത്ത് തേർഡ് റൗണ്ടിൻ്റെ ലാസ്റ്റ് റൗണ്ട്, 3ാമത്തെ ടാസ്കിൻ്റെ ലാസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് 2 ബ്ലാക്ക് ബോൾ ഉണ്ടായിരുന്നു. ഈ 2 ബ്ലാക്ക് ബോൾ കിട്ടുന്ന ആൾക്കാർ, ഒരാൾക്ക് കിട്ടിയാൽ ഒരുമിച്ച് ഡിസിഷൻ, 2 പേരാണെങ്കിൽ 2 പേരും ചേർന്നൊരു ഡിസിഷൻ എടുക്കണം, റദ്ദാക്കണ്ടെന്ന്. അത് ആ ഒരു ബ്ലാക്ക് ബോൾ കിട്ടിയത് ആദിലേക്കും ഷാനവാസിനുമാണ്. അപ്പോൾ ഷാനവാസിന് കോയിൻസ് കൂടുതലുണ്ടായിരുന്നു. ഷാനവാസിന് 20 പോയിൻറ്റ് കിട്ടി, കോയിൻസ് അല്ല ബോൾ കിട്ടി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഷാനവാസ് ആദിലോട് പറഞ്ഞ് റദ്ദാക്കണ്ടെന്ന്. അങ്ങനെ ഷാനവാസിൻ്റെ അഭിപ്രായത്തോട് യോജിച്ചു. രാവിലത്തെ അടിയെല്ലാം കഴിഞ്ഞതിന് ശേഷം വീണ്ടും അനീഷുമായിട്ട് വഴക്കിന് ശേഷം പിന്നെ ഷാനവാസ് വീണ്ടും ആദിലയും നൂറയുമായിട്ട് ഒന്നിച്ചു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ കാണുമ്പോൾ ചിരിയാണ് വരുന്നത്. ഈ ഷാനവാസ് എന്താണ്, ഷാനവാസ് സത്യം അഭിനയിക്കുകയാണ്, അഭിനയ സിംഹമാണ്. ഇങ്ങനെ അഭിനയിച്ചാൽ ഇത് മറ്റുള്ളവർക്ക് മനസ്സിലാകില്ലേ? കാരണം ആദില പറഞ്ഞു നമുക്ക് ഫേക്ക് ഡിസ്റ്റൻസ് ഇടാവുന്നു. ഈ ഫേക്ക് ഡിസ്റ്റൻസ് ആരെ കാണിക്കാനാണ്? അത് ജനങ്ങളുടെ മുന്നിലാണ് പറയുന്നതെന്നൊരു ബോധമില്ലാതെ പറയുകയാണ് ഫേക്ക് ഡിസ്റ്റൻസ് ഇടാവുന്നു. അങ്ങനെയാണ് ഇപ്പോൾ അവർ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ആൾക്കാർക്ക് തോന്നുന്നത് ഇവർക്ക്
ഡിസ്റ്റൻസ് ഉണ്ട്, ഇവർ തമ്മിലൊരു ബന്ധവുമില്ല, ഇവർ അടിച്ചു പിരിഞ്ഞു എന്ന് ആൾക്കാർക്ക് തോന്നണം. പക്ഷേ അവർ പിന്നെ ഒരു കുഴപ്പവും ഇല്ലാതെ മുന്നോട്ട് പോകും. ഇത് എന്നിട്ടും ജനങ്ങളുടെ മുന്നിൽ പറയുകയാണ് ഈ 72 ക്യാമറ ഇരിക്കുന്ന എവിടെല്ലാം രഹസ്യ ക്യാമറകൾ ഇരിക്കുന്നു എന്ന് മനസ്സിലാക്കാതെ പറയുവാണ്. അതുപോലെ തന്നെയാണ് നൂറയും ആതിരയും കോൺവെർസേഷൻ അവർ പ്ലാൻ ചെയ്യുന്ന, അവർ തമ്മിൽ അടിച്ചു പിരിഞ്ഞു എന്ന് ജനങ്ങളെ മനസ്സിലാക്കിക്കുന്ന. രാത്രി 12 മണിയാകുമ്പോൾ രണ്ടുകൂടി വഴക്കിടുന്നു. അപ്പം നമ്മൾ വിചാരിക്കണം അവർ അടിച്ചു പിരിഞ്ഞു എന്ന്. ഇതാണ് അവരുടെ നാടകം. അവർ സത്യം പറഞ്ഞാൽ ഈ ആതില നൂറ ഭയങ്കര പൊറാട്ട് നാടകമാണ് കേട്ടോ. ഇത് അനുമോൾക്ക് മനസ്സിലാവുന്നില്ല. അനുമോളെയും ഇവർ തറപറ്റിക്കാൻ വേണ്ടിയിട്ടാണ് നടക്കുന്നത്. അനുമോൾക്ക് ഇത് മനസ്സിലാവാത്തതുകൊണ്ട് അനുമോൾ ഇങ്ങനെ കൂടെ ചുറ്റി നിൽക്കുന്നു. എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ടാണ് തന്നെ അനുമോൾ താഴോട്ട് പോണത്. നമ്മൾ അനുമോളെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരാളാണ്. അതുകൊണ്ട് തന്നെ എനിക്കിത് കാണുമ്പോൾ ഭയങ്കര വിഷമമാണ്. പോട്ടെ. ടാസ്കിൽ അനുമോൾ എടുത്തുകൊണ്ട് വന്ന സാരിയാണ് കേട്ടോ. ഈ സാരിയും കൊടുത്തിട്ട് അനുമോൾ എന്തോ ഒരു കഷ്ടപ്പാടാണ്. എന്തിനാണ് ഈ സാരി കൊടുത്തതെന്ന് മനസ്സിലാവുന്നില്ല. ഇനി ആരെങ്കിലും കൊളാബ് കൊടുത്തവർക്ക് വേണ്ടിയിട്ട് അവരെ പ്രീതപ്പെടുത്താൻ വേണ്ടിയിട്ടായിരിക്കും ഈ സാരി കൊടുത്തത്. കാരണം സാരി മുഴുവൻ പൊക്കി പിടിച്ചുകൊണ്ട് ഓടുന്നുണ്ട്. ഇത്രയും വലിയൊരു ഫിസിക്കൽ ടാസ്ക്. ആ ടാസ്കിൽ സാരി കൊടുത്ത് ബിഗ് ബോസിന് ലക്ഷ്മിയും വേറൊരു ഡ്രസ്സായിരുന്നു, ഫ്രോക്ക് പോലെ. ലക്ഷ്മി ഡ്രസ്സ് മാറി. ബിഗ് ബോസ് അന്ന് ഡ്രസ്സ് മാറട്ടെ എന്നുണ്ടെങ്കിൽ ഡ്രസ്സ് മാറിയിട്ടാണ് ടാസ്ക് തുടങ്ങിയപ്പോൾ തന്നെ. പിന്നെ എത്രയോ പ്രാവശ്യം മാറാനുള്ള സമയം ഉണ്ടായിരുന്നു. പക്ഷേ അനുമോൾ ഡ്രസ്സ് മാറിയിട്ടേ ഇല്ല. എനിക്ക് തോന്നുന്നു അത് കൊളാബ് കിട്ടിയതുകൊണ്ട് അവരെ പ്രീതിപ്പെടുത്തണമല്ലോ, അതുകൊണ്ട് എടുത്തായിരിക്കും. മേ ബി എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ എന്തായാലും മൂന്നാമത്തെ റൗണ്ടിൽ ഇതായിരുന്നു. അപ്പം ടാസ്ക് റദ്ദായില്ല. ഷാനവാസിന് താല്പര്യം ഇല്ലാത്തതുകൊണ്ട്. അങ്ങനെ ലാസ്റ്റ് പോയിൻ്റ് എത്രയാണ്, ഞാനത് കൂട്ടിയില്ല കേട്ടോ. അപ്പം ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് ആര്യൻ 50, 10, 65 പോയിൻറ്റ് ആര്യനും. അപ്പോൾ ആര്യൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ 65 പോയിൻറ്റ്. അനീഷ് 45, 10, 55 പോയിൻറ്റ്. അക്ബർ 54 പോയിൻറ്റ്. അങ്ങനെയാണ് ഇപ്പം നില. പിന്നെ രണ്ടാം സ്ഥാനത്താണ് ആര്യൻ, ഒന്നാം സ്ഥാനത്ത്, രണ്ടാം സ്ഥാനത്ത് അനീഷ്, മൂന്നാം സ്ഥാനത്ത് അക്ബർ. ഇന്നത്തെ വീക്ക്ലി ടാസ്കിൽ ഒന്നാം സ്ഥാനം ആര്യന്, രണ്ടാം സ്ഥാനം അനീഷും, മൂന്നാം സ്ഥാനം അക്ബറും. അപ്പം ഞാനിത് അല്ലാതെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഫ്ലോ ആയിട്ട് പറയും. ഇത് നോക്കി പറയുന്നതുകൊണ്ടാണ് എനിക്ക് തന്നെ ഒരു കൺഫ്യൂഷൻ. ഞാനിത് എഴുതി വെച്ചില്ലെങ്കിൽ ഞാനിത് മറന്നു പോകും പോയിൻ്റ് നിലയൊക്കെ. അപ്പോൾ അത് കൃത്യമായിട്ട് നമുക്ക് പറയണമല്ലോ. നമ്മൾ പറയുന്ന കാര്യങ്ങൾ ജെന്യുവിനായിരിക്കണം, കൃത്യമായിരിക്കണം എന്നെനിക്ക് ഇതുണ്ട്. എന്നാൽ ഞാൻ ഈ കള്ളം പറഞ്ഞ് തമ്പനയിലിടാനോ കള്ളം പറഞ്ഞ് ടൈറ്റിലിടാനോ എനിക്കിഷ്ടമില്ല. ഉള്ള കാര്യങ്ങൾ ഉള്ളതുപോലെ പറയുക, മാന്യമായ രീതിയിൽ നമ്മൾ റിവ്യൂ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ റിവ്യൂ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരിക. അപ്പോൾ അതിനുശേഷം പിന്നീട് നമ്മുടെ അനുമോളും ഈ ടാസ്കൊക്കെ കഴിഞ്ഞിട്ട് വന്നിരുന്നു. അവർ വളരെ ക്യാഷ്വലായിട്ട് അനുമോളും എല്ലാവരും ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുകയാണ്. പിന്നെ കോർണറിൽ ചെന്നിരിക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളും ഇങ്ങനെ അവിടെ വിവിക്റ്റായി പോകുമെന്നും ഇങ്ങനെയൊക്കെ വളരെ കളിതമാശ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു നിമിഷം കൊണ്ട് അനുമോളും നെവിനും തമ്മിൽ വഴക്കായി. നീ കുലസ്ത്രീ ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ എന്ന് വിളിക്കുന്നത് എന്തിനാണ്? അങ്ങനെയുള്ള ചോദ്യങ്ങളാണ് വന്നത്. അവിടെ ആ ഒരു ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ എന്നുള്ള ഒരു സമയത്ത് പേയ്മെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ തുടങ്ങി. നെവിൻ പറഞ്ഞു, അനുമോൾ എന്നോട് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്, ഇവൾക്ക് PR വർക്ക് ഉണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇവൾക്ക് എന്ത് പ്രശ്നം വന്നാലും ബിഗ് ബോസ് ഇവളെ പുറത്താക്കില്ല. ഇവൾ 65,000 രൂപ ദിവസേന പേയ്മെൻറ്റിനാണ്, ഡെയിലി പേയ്മെൻറ്റിനാണ് നിൽക്കുന്നത്. പുറത്ത് നെഗറ്റീവ് അവർ മാക്സിമം അവർ നെഗറ്റീവ് ആക്കും. 100 ദിവസം തികച്ചും അതുകൊണ്ട് നിൽക്കും. എന്തായാലും നനഞ്ഞു ഇനി കുളിച്ച് കയറണം. ലാലേട്ടൻ്റെ എപ്പിസോഡ് അന്ന് വഴക്ക് പറഞ്ഞതിന് ശേഷം എന്തായാലും നനഞ്ഞു ഇനി കുളിച്ച് കയറണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. 65,000 രൂപ ഒരു ദിവസം പേയ്മെൻറ്റ് കൊടുത്ത് ഈ ബിഗ് ബോസ് ഹൗസിൽ വന്ന ഏറ്റവും കൂടുതൽ പേയ്മെൻ്റ് ഉള്ള കണ്ടസ്റ്റൻ്റാണ് അനുമോൾ എന്നൊക്കെ പറഞ്ഞു എന്നുള്ള വലിയ ആരോപണങ്ങളാണ് അവിടെ നെവിൻ പറഞ്ഞത്. നെവിൻ തിരിച്ച് അനുമോൾ പറഞ്ഞു നെവിനും PR ഉണ്ടെന്ന് എന്നോട് പറഞ്ഞു. പക്ഷേ ഞാൻ അന്നത്തെ മോർണിംഗ് ടാസ്കിൽ അത് പറഞ്ഞിട്ടില്ല. പല ആൾക്കാർക്കും ഇവിടെ എല്ലാവർക്കും PR ഉണ്ട് എന്ന് പറഞ്ഞതേ ഉള്ളൂ എന്ന് പറഞ്ഞു. നെവിൻ എല്ലാവരും PR ഇല്ലെന്ന് പറഞ്ഞപ്പോൾ ഞാൻ നെവിൻ്റെ പേരായിട്ട് പറഞ്ഞില്ലെന്ന് മാത്രമേ ഉള്ളൂ എന്നൊക്കെയുള്ള രീതിയിൽ സംസാരിച്ചു. അപ്പോൾ അത് അവർ തമ്മിലുള്ള ഒരു പ്രശ്നത്തിന് കലാശിച്ചു. അങ്ങനെ ഭയങ്കര വഴക്ക് പോലെയായി. ആരും അനുമോളെ സപ്പോർട്ട് ചെയ്തിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. എല്ലാവരും നെവിൻ്റെ പക്ഷത്താണ് നിന്ന്. അപ്പോഴാണ് ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ എന്നുള്ളൊരു സംഭവം വന്നു. ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ നിൻ്റെ അമ്മുമ്മയെ പോയി വിളിക്കാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ അമ്മുമ്മയെ വിളിക്കുന്നത് മോശമാണ്, വീട്ടിലുള്ളവരെ വിളിക്കാൻ പാടില്ല എന്നുള്ളൊരു സംസാരത്തിൽ എല്ലാവരും അതിനോട് യോജിച്ചു. കാരണം വീട്ടിലിരിക്കുന്നവരെ ഇപ്പോൾ ഇവിടെ വിളിച്ചു കഴിഞ്ഞാൽ നിന്നെ വിളിച്ചു കഴിഞ്ഞാൽ നീ അവനെ വിളിക്കൂ, അവനെ വിളിച്ചു കഴിഞ്ഞാൽ നിന്നെ വിളിക്കൂ, അങ്ങനെയുള്ള രീതിയിൽ വിളിച്ചാൽ മതി. വീട്ടിലിരിക്കുന്ന അമ്മൂമ്മയും അപ്പൂപ്പനെയും അമ്മയും അച്ഛനും ഒന്നും പിടിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു.
അപ്പോൾ അത് പക്ഷേ സത്യമാണ്. നമ്മൾ അങ്ങനെ ആവശ്യമില്ലാത്ത വീട്ടിലിരിക്കുന്നവരെ അമ്മൂമ്മ അപ്പൂപ്പനെന്ന് പറയേണ്ട. ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ ആണെങ്കിൽ നീ എന്താടാ എന്ന് തിരിച്ചു ചോദിക്കാം. നീ അതിനപ്പുറത്തെ വല്ലതും ആണോ? ഞാൻ കുലസ്ത്രീ എന്നല്ലേ നീ പറയുന്നത്? കുലസ്ത്രീ നല്ലതാണെന്നാണ് അവിടെ അക്ബർ അപ്പോൾ പ്രഖ്യാപിച്ചത്. കുലസ്ത്രീ എന്ന് പറഞ്ഞാൽ നല്ലതാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് കുലത്തിൻ്റെ മഹിമ കാക്കുന്നവൾ. കുലത്തിൻ്റെ മഹിമ എന്ന് പറഞ്ഞാൽ പാതിവൃത്യത്തോടുകൂടി ഭർത്താവിന് വിവാഹം കഴിച്ച ഒരു സ്ത്രീ ഒരു കുടുംബത്തിൽ ചെന്ന് കയറിയാൽ അവിടെ പാതിവൃത്യത്തോട് മാന്യമായിട്ട് ആ കുലത്തിൻ്റെ മഹിമ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജീവിക്കുക, ആ കുടുംബത്തിൻ്റെ ശ്രേയസ് ഉയർത്തുക, ആ ഒരു കുലത്തിൻ്റെ മഹിമ ഉയർത്തുക. അതുമാത്രമാണ് അവിടെ കുലമഹിമ അല്ലെങ്കിൽ കുലസ്ത്രീ എന്നുള്ളൊരു പേരിൽ വരുന്നത്. വിവാഹിതയാകാത്ത ഒരു പെൺകുട്ടീനെ കുലസ്ത്രീ എന്ന് വിളിക്കേണ്ട ഒരു ആവശ്യകതയില്ല. പക്ഷേ അവൾ അമ്മൂമ്മയെന്ന് വിളിക്കേണ്ട ആവശ്യകതയില്ല. രണ്ട് ഭാഗത്ത് നോക്കിയാലും മോശമാണ്. പക്ഷേ നെവിൻ എന്തോ ആണെന്നറിയില്ല, നെവിൻ പിന്നെ ഇവളെ ഞാൻ പുറത്താക്കുമെന്ന് പറയുന്നുണ്ട്. പിന്നീട് ഇവർ തമ്മിൽ നല്ലോണം സംസാരിക്കുന്നുണ്ട്. അങ്ങനെ പല രീതിയിൽ നമ്മൾ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതെന്താണ് കാര്യമെന്ന് നമുക്ക് വ്യക്തമാകുന്നില്ല ഗൈസ്. ഇന്നലെ തന്നെ നിവിൻ ആ ഒരു ക്യാപ്റ്റൻസി ടാസ്കിൽ അനുമോളെ ഭയങ്കരമായിട്ട് ക്യാപ്റ്റൻ ആകരുത് എന്ന് പർപ്പസ്ഫുള്ളി വിചാരിച്ചുകൊണ്ട് ഭയങ്കരമായിട്ട് ദ്രോഹിച്ചതാണ് നമുക്ക് തോന്നുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ 2 ആൺകുട്ടികളുടെ കൂടെയാണ് അനുമോൾ മത്സരിച്ചത്. വളരെ നന്നായിട്ട് അനുമോൾ മത്സരിച്ചു എന്ന് തന്നെ പറയാം. പക്ഷേ അനുമോൾ പിന്നെ മൂത്രം ഒഴിക്കണം അല്ലെങ്കിൽ ഒന്നിന് പോകണം. ഞാൻ പച്ച മലയാളം സംസാരിക്കുന്നത് കൊണ്ട് ഞാൻ അങ്ങനെ സംസാരിച്ചതാണ്. അപ്പോൾ ടോയ്ലറ്റ് അല്ലെങ്കിൽ വാഷ്റൂമിൽ പോകണം എന്ന് പറഞ്ഞിട്ട് പോലും ബിഗ് ബോസ് സമ്മതിച്ചില്ല. ബിഗ് ബോസ് ഒന്നും പറഞ്ഞില്ല. അപ്പോൾ ഈ ആൺകുട്ടികളും അത് സമ്മതിച്ചില്ല. ക്യാപ്റ്റനായിട്ടുള്ള ആദിലെ ഒന്ന് കയറാൻ പറഞ്ഞിട്ട് ആദിലയും കയറാൻ തയ്യാറല്ല. ആദിലയും നൂറയും ഒരു കാരണവശാലും പിന്നെ അനുമോളെ ഹെൽപ്പ് ചെയ്യാൻ ചെന്നില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. കാരണം ആ ഒരു പാൻറ്റ് ഭയങ്കര ടൈറ്റായിട്ടുള്ളൊരു പാൻറ്റായിരുന്നു. ആ പാൻറ്റ് നൂരാൻ പോലും ഒന്ന് കൊടുക്കാമായിരുന്നു. പിന്നെ അനുമോളെ സഹായിക്കാൻ നൂറയ്ക്കോ ആദിലയ്ക്കോ ചെല്ലാമായിരുന്നു. അതൊന്നും ചെയ്യാതെ അനുമോൾ ഒറ്റയ്ക്കാണ് ആ പാൻറ്റ് ആൺകുട്ടികൾ അപ്പുറത്തും ഇപ്പുറത്തും തൊട്ടടുത്താണ് 2 ആൺകുട്ടികൾ നിൽക്കുമ്പോൾ ലാസ്റ്റ് ആരിനാണ് ആ ഒരു പാവാട ഒന്ന് പിടിച്ചു കൊടുത്തതും അതിൻ്റെ സിബ് ഇടാൻ സഹായിച്ചതും. അതിനുശേഷം സിബ് ഇട്ടതിന് ശേഷമാണ് ആ പാൻറ്റ് ജീൻസ് ഊരി മാറ്റിയത്. അതിനുശേഷമാണ് അനുമോൾക്ക് കുറച്ചത് സത്യം പറഞ്ഞാൽ ശ്വാസം ഇടാൻ പറ്റിയെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം മൂത്രം ഒഴിക്കാതിരുന്ന് വയറൊക്കെ ഇങ്ങനെ വീർത്ത് വരുന്നത് നമുക്ക് തന്നെ മനസ്സിലാവുന്നുണ്ടായിരുന്നു. ലൈവിൽ കാണുന്നവർക്കെല്ലാം അറിയാം ആ ബുദ്ധിമുട്ട്. ഞാനൊരു സ്ത്രീ ആയതുകൊണ്ട് തന്നെ ആ ബുദ്ധിമുട്ട് എനിക്കും മനസ്സിലാക്കാൻ പറ്റി. പിന്നീട് മാക്സിമം നന്നായിട്ട് കളിച്ചു എന്ന് തന്നെ പറയാം. അപ്പോൾ അങ്ങനെ വളരെ നന്നായിട്ടാണ് പിന്നെ ആ ഒരു ടാസ്കിൽ പിന്നെ നമ്മുടെ അനുമോൾ പങ്കെടുത്തത് കേട്ടോ. അപ്പോൾ അതിനുശേഷം പിന്നെ അവർ 3 പേരും വിട്ടു കൊടുക്കാൻ തയ്യാറാവാത്ത കാരണം പിന്നീട് കൈ നീട്ടിപ്പിടിക്കാൻ പറഞ്ഞു. കൈ നീട്ടിപ്പിടിച്ചപ്പോൾ തന്നെ ഷോൾഡർ പൊക്കണമെന്നും പറഞ്ഞിട്ട് അതും ഒരു പ്രശ്നമായി. കാരണം ഷോൾഡർ പൊക്കാന്ന് പറഞ്ഞാൽ അനുമോൾക്ക് നീളം കുറവാണ്. പിന്നെ എങ്ങനെയാണ് ഷോൾഡർ പൊക്കുന്നത്? അപ്പോൾ അതുമൊക്കെ പിന്നെ ഈ ഹൗസ് മേറ്റ്സ് ഒരു പേഴ്സണൽ ഗ്രഡ്ജ് അനുമോളോട് ഉണ്ടാക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നാറുണ്ട്. അത് അനീഷേട്ടന് മാത്രമാണ് അവിടെ ഇല്ലാത്തതെന്നും എനിക്ക് തോന്നിയിട്ടുണ്ട്.